ജ്യോതിഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കുന്ന വനതുർഗ ജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും അർത്ഥമായ സ്വാഗതം. ഇന്നത്തെ വിഷയം സർപ്പ കുണ്ടലിനിയെ ഉണർത്തുമ്പോൾ ക്രിയായോഗയുടെ 5-ാമത്തെ ഭാഗം എല്ലാവർക്കും സർപ്പ കുണ്ടലിനിയെ അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയെ ഉണർത്തുമ്പോൾ അതാണ് ഇന്നത്തെ വിഷയം. ഇത് അപ്പോൾ എന്താണ് കുണ്ടലിനി എനർജി എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു 4 ക്രിയായോഗയുടെ 4 വീഡിയോസിലൂടെ എന്താണ്, എവിടെ നിന്നാണത് വന്നത്, എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് 4 വീഡിയോസിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാം. ഇത് ഉണർത്തുമ്പോൾ എന്താണ് ഇത് എന്നറിഞ്ഞാൽ ഇത് ഉണർത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാവരും ജനിക്കുമ്പോൾ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ബീജമായിട്ടുള്ളപ്പോൾ അത് വളർന്ന് ഭ്രൂണമാവുകയും പിന്നെ 8-9 മാസം കഴിഞ്ഞ് നമ്മൾ വെളിയിലേക്ക് വരും. അപ്പോൾ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുമ്പോൾ ബ്രഹ്മദേവനായിട്ടും വെളിയിലേക്ക് വന്ന് കണ്ണ് തുറന്ന് ലോകം കാണുമ്പോൾ മഹാവിഷ്ണുവായിട്ടും മരിക്കുമ്പോൾ ശിവനിലേക്കും. അപ്പോൾ നമ്മൾ ഇത്രയുള്ളൊരു ചെറിയൊരു നമ്മുടെ പാരമ്പര്യത്തിലുള്ള DNA, അപ്പോൾ ഇത്രയുള്ളൊരു കുഞ്ഞി നാഗം ഇതായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. അത് മനുഷ്യനായി വലുതായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പാരമ്പര്യത്തിൻ്റെ ഊർജത്തെ അതാണ് ക്രിയായോഗ അല്ലെങ്കിൽ അഗസ്ത്യര് പറഞ്ഞ സർപ്പകുണ്ടലിനി ദീക്ഷ എന്ന് പറയുന്നത്. നമ്മളുടെ നട്ടെല്ലിനു താഴെ 3.5 ചുറ്റായി തലകീഴായി കിടക്കുന്ന കുണ്ടലിനി ശക്തി എന്ന് വെച്ചാൽ നാഗത്തെ. അതിപ്പോൾ നമ്മൾ നേരത്തെ പറയും 41 ദിവസത്തെ വ്രതമെടുത്ത് നമ്മൾ കല്ലും മുള്ളും ചവിട്ടി ശബരിമലയ്ക്ക് പോകുമ്പോൾ 18 പടി കഴിഞ്ഞ് നിൽക്കുമ്പോൾ തത്വമസി, നിന്റെ ഉള്ളിൽ ആരാണോ, നീ ആരെയാണോ തേടി വന്നത് അത് നീ തന്നെയാണെന്ന് പറയുന്ന നമ്മൾ തേടുന്നത് നമ്മുടെ ഉള്ളിലെ, നമ്മുടെ കുലത്തിലെ, നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ആ എനർജീനെയാണ്. ആ എനർജീനെയാണ് നമ്മൾ ഗുരു ഉപദേശത്തിലൂടെ ഇതിനെ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. ആദ്യം കൃഷ്ണനിലൂടെ, അഗസ്ത്യരിലൂടെ, മഹാവതർ ബാബാജിയിലൂടെ ഇങ്ങനെ പല പല രീതിയിൽ കൈമറിഞ്ഞ് വന്ന ആ ഒരു, അപ്പോൾ സർപ്പകുണ്ടലിനി ദീക്ഷയാണ് ശരിക്കും പറഞ്ഞ ക്രിയായോഗം എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ എനർജീനെ പറ്റി നമ്മൾ പഠിച്ച് അതിനെ പ്രാക്ടീസ് ചെയ്ത് ഒരു തലത്തിലേക്ക് കൊണ്ടുപോകും. കാന്തികമായി നമ്മുടെ നട്ടലിനെ മാറ്റുന്ന ഒരു അവസ്ഥ. ഇതാണ് ഈ സർപ്പകുണ്ടലിനി എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലെ സർപ്പത്തെ ഉണർത്തുക. അത് നമ്മുടെ പാരമ്പര്യത്തിലൂടെ ഉണർത്തുമ്പോഴാണ് അതാണ് കഴിഞ്ഞ ജന്മം, അതിന് മുമ്പത്തെ ജന്മം, ഈ ജന്മം എന്തിനു ജനിച്ചു, എന്തിനു ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്നുമാണ് കണ്ടെത്താൻ ഏറ്റവും കൂടുതൽ
സാധിക്കുന്നത്. അതാണ് ഇതിനെക്കുറിച്ച് പോകുന്ന ആൾക്കാർ കഴിഞ്ഞ ജന്മത്തിലെ ആൾക്കാരെ ഞാൻ കണ്ടുമുട്ടി, കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു, ഇതൊക്കെ ഇതിലൂടെയാണ്. ഇനി എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, എന്തിനാണ് ഇത് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത്, ഇതൊക്കെ മനസ്സിലാക്കി കൊണ്ട് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ പയ്യെ നമ്മൾ ചെയ്ത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇത് പ്രാവർത്തികമാകുന്നത്. ആദ്യം നമ്മൾ ആരാണെന്നും നമ്മൾ എന്തിനാണ് ജനിച്ചതെന്നും കഴിഞ്ഞ ജന്മത്തിൽ ആരായെന്നും ഇങ്ങനെ പൂർവികമായിട്ട് പല കാര്യങ്ങളും നമ്മൾ സ്വയം മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ആദ്യം ഇതിനെ മനസ്സിലാക്കുക എന്നതാണ്. കേരളത്തിലുള്ള പല ആൾക്കാർക്കും ഇതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഒന്നാമത്തെ കേസ് പ്രേതത്തിന്റെ പുറകെ പോലാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പുറകെ. എന്ത് പ്രേതമെന്നൊക്കെ ഈ ചാനലിൽ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പുറകെ പോയാൽ ഇതിലേക്കും പാരമ്പര്യത്തിലേക്കും പരദേവതയിലേക്കും ഗുരുനാഥനിലൂടെ ഗുരുപരമ്പരകളിലൂടെ ഗുരു കണ്ടുപിടിച്ച കുടുംബ പരദേവതയിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി ദേവിയെ ഉണർത്തി, അതും ഒരു ദേവീനെ ഉണർത്തി കൊണ്ടുപോരുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഈ സർപ്പ കുണ്ടലിനി ക്രിയായോഗ ദീക്ഷ എന്ന് പറഞ്ഞാൽ പച്ചയായിട്ട് സർപ്പ കുണ്ടലിനി ദീക്ഷയാണ് എന്ന് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലേക്ക് ഇറങ്ങാൻ. നമ്മുടെ ഉള്ളിലെ നാഗത്തെ പഠിക്കുന്ന നാഗമാണ് നമ്മൾ. ശരിക്കും മനുഷ്യനെന്ന് പറയുക നാഗത്തിൽ നിന്നും ഉണ്ടായ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മനസ്സിലാക്കി ആ രീതിയിൽ ഇരുന്ന് വേണം ഇതിനെ സ്റ്റാർട്ട് ചെയ്യാനെന്നാണ് പറയുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.